ഒരു താഴ്വരയിലെ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. ഈ ഗ്രാമത്തിൻ്റെ മധ്യഭാഗത്ത് തന്നെ ഒരു പാലമുണ്ട്. ഈ പാലം മരം കൊണ്ടുണ്ടാക്കിയാണ്. പണ്ട് കാലത്തൊക്കെ മരങ്ങൾ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് പാലം ഉണ്ടാക്കും. എന്നിട്ട് ഒരു മരത്തിൻ്റെ മുകളിൽ ഇരുമ്പിൻ്റെ ചെറിയ കമ്പിയില്ലേ, ആ കമ്പി വെച്ച് കെട്ടി ഒരു ഹൈറ്റ് ഉണ്ടാക്കിയിട്ടാണ് ആ പാലം ഉണ്ടാക്കാറ്. കയറ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ പാലത്തിന് കെട്ടുകയും ചെയ്തിട്ടുണ്ട്. ആളുകൾ യൂസ് ചെയ്യുന്നത് സാധാരണ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ പോകുന്നത് അതിൻ്റെ മുകളിലാണ്. കൂടാതെ ആളുകൾ രണ്ട് സ്ഥലങ്ങളിലേക്ക്, അവരുടെ കൃഷിസ്ഥലത്തേക്ക് പോയി തിരിച്ചു വരുന്നതൊക്കെ അതിൻ്റെ മുകളിലാണ്. ഒരു ദിവസം അതിശക്തമായൊരു കാറ്റ് വരുവാണ്. ആ കാറ്റ് ശക്തമായ മഴയോട് കൂടിയിട്ടുമാണ് വന്നത്. വീട്ടിലുള്ള ആളുകളൊക്കെ പറഞ്ഞു, നമ്മുടെ പാലം ഒരുപാട് കാലങ്ങളായിട്ടുണ്ടായ പാലാണ്, ഈ പാലം എന്തായാലും ഇന്നത്തെ കാറ്റിലും നമ്മുടെ മഴയിലും തകരാൻ സാധ്യതയുണ്ട്. അങ്ങനെ മഴ കഴിഞ്ഞു, ആളുകളൊക്കെ വിശ്വസിച്ചു നമ്മുടെ പാലം ഇനി ഉണ്ടാവില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി താഴ്വരയുടെ മറ്റൊരു ഭാഗത്തേക്ക് നമുക്ക് പോകാനുള്ള സംവിധാനം എന്നോട് കൂടിയിട്ട് അവസാനിച്ചിട്ടുണ്ടാവും. അങ്ങനെ എല്ലാവരും മഴ അവസാനിച്ച സമയത്ത് എല്ലാവരും കൂടി ഈ പാലത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. വരുന്ന സമയത്ത് വരെ എല്ലാ വിശ്വാസത്തിനെയും തകർത്തുകൊണ്ട് ആ പാലം അവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ചെറിയൊരു മീനു എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ഈ കുട്ടി അവിടുത്തെ ഒരു ആശാരിയുണ്ട്. ആ ആശാരിയോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇത്രയും ശക്തമായ മഴ വന്നിട്ടും നമ്മുടെ ഈ പാലം തകരാതെ പോയത്? അപ്പോൾ നമ്മുടെ ആ വൃദ്ധനായ ആശാരി ഈ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ ഓരോ മരങ്ങളും അതിൻ്റെ മുകളിൽ ഭാരമാക്കി വെച്ച മറ്റു മരത്തിനെ വിശ്വസിച്ചിട്ട് അവിടെ ദൃഢമായിട്ട് നിന്നു. കൂടാതെ ഇതിനെ കെട്ടി വെച്ചിരുന്ന നൂൽക്കമ്പികൾ ഈ കെട്ടിനെ വിടാതെ നിർത്താൻ വേണ്ടിയിട്ട് ശക്തമായി പ്രതിരോധിച്ചു. കൂടാതെ വച്ചിരുന്ന കയറ് അത് ശക്തമായി എന്ത് ചെയ്തു, ഈ മരത്തിനെയും ഈ നൂൽക്കമ്പിനെയും ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അതുകൊണ്ട് അത് സുരക്ഷിതമായിട്ട് നിന്നു. ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു മരം വിചാരിക്കുകയാണ്, ഈ തൊട്ടുമുകളത്തെ മരം എന്നെ പറ്റിക്കുമെന്ന് കരുതിയിട്ട് അത് ആ ബലത്തിൽ നിന്ന്, ആ കൂട്ടുപിടിച്ച അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പോവുമായിരുന്നെങ്കിൽ, കൂട്ടം തെറ്റിയിട്ട് ഒന്നാമത്തെ മഴക്ക് തന്നെ എന്ത് ചെയ്യായിരുന്നു, നമ്മുടെ പാലം നശിച്ചു പോവുമായിരുന്നു. കുട്ടി പറയാണ്, എല്ലാവരും ഇങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഈ കുട്ടി പറയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഓരോ കാര്യത്തിലും നമ്മൾ നോക്കേണ്ടത്, നേരെ കണ്ട നമ്മുടെ കമ്പനി നമ്മളൊരു പാലമാക്കി എടുക്കുകയും ആ പാലത്തിലുള്ള മരങ്ങൾ നമ്മൾ ഓരോരുത്തരാണെന്ന് ചിന്തിക്കുകയും അതിൽ കെട്ടിയ കമ്പിക്കെട്ടുകൾ നമ്മുടെ സിസ്റ്റാണെന്ന് ചിന്തിക്കുകയും ആ വലിയ കയറിനെ നമ്മുടെ കമ്മ്യൂണിക്കേഷനായിട്ട് ചിന്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ദൃഢമായ ഒരു പാലമാക്കിയിട്ട് കെട്ടുറപ്പുള്ള, നശിക്കാൻ എത്ര വലിയ ശക്തികൾ വന്നാലും നശിപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പാലമാക്കി ഈ പാലത്തിനെ മാറ്റാൻ നമുക്കൊക്കെ കഴിയും.